എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരഞ്ഞെടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നാളെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യണത്. അതുകൊണ്ട് തന്നെ തലേ ദിവസം ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഞാൻ കറക്റ്റ് മെഷർമെൻ്റായിട്ട് പറയണില്ല, കാരണം കുറച്ച് അധികം ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച് ഇത് എടുക്കുന്ന മസാലയുടെ അളവിൽ ഏറ്റക്കുറച്ചിൽ വരുത്തിയാൽ മതിയേ. അതുപോലെ തന്നെ നാരങ്ങ നീര് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ നാരങ്ങ നീരൊക്കെ കുറച്ച് കൂടുതൽ ഇതിലേക്ക് ഒഴിച്ചേക്കണം. പിന്നെ വേണ്ടത് ഒലിവ് ഓയിലാണ് കേട്ടോ. മസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചില സംഭവങ്ങളൊക്കെ നമ്മൾ അഡീഷണലായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഗ്രില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും ഒരു കൈപ്പിടി കസൂരി മേത്തിയും അതുപോലെ തന്നെ മല്ലിയില കുറച്ചധികം ഇട്ടിട്ടുണ്ട്, കുറച്ച് പുതിനയിലയും 1 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പിന്നെ 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂണോളം മുഴുവനെയുള്ള കുരുമുളക് ഒന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണേ. പിന്നെ 1 ടീസ്പൂണിൽ താഴെയാണ് മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നത്. ഒരു 1/4 കപ്പോളം നമ്മളുടെ തന്തൂരി മസാല പൗഡറും പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്തൂരി മസാല പൗഡറിലൊക്കെ ഉപ്പിൻ്റെ അംശമുള്ളതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അല്ലെങ്കിൽ ഉപ്പ് വല്ലാതെ മുന്തി നിൽക്കും, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ ഗ്രില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണേ. പിന്നെ ഞാനിവിടെ പെർമിറ്റഡ് ഫുഡ് കളറ് ഒരു നുള്ള് ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ ഗ്രില്ല് ചെയ്യുന്ന ചിക്കനൊക്കെ നല്ല ഒരു റെഡ് കളറിലിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പം ഞാനിതിപ്പം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതെല്ലാം നമുക്കിനിയിപ്പോൾ ഈ ചിക്കനിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ചേക്കണം കേട്ടോ. അപ്പം ഞാൻ മസാല ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒന്ന് വരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ മസാല ഉള്ളിലേക്ക് കടക്കത്തില്ല. അപ്പം നമുക്ക് ഈ പറഞ്ഞ മാതിരി നല്ല രീതിയിൽ ടേസ്റ്റി ആയിട്ടൊക്കെ കഴിക്കണമെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തേക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അപ്പം ഞാനിതെല്ലാം മസാല പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് തലേ ദിവസം ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഇതുപോലെ മസാല പുരട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാനുള്ളത് കേട്ടോ. അപ്പോഴേ നമുക്ക് കറക്റ്റ് പിറ്റേ ദിവസം ഗ്രില്ല് ചെയ്യാറാവുമ്പോൾ കറക്റ്റ് പരുവത്തിന് മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഞാനിത് ഒരു കണ്ടെയ്നറിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തോക്ക് പോലത്തെ പീസല്ലേ ഞാനിപ്പോൾ എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ സുൽത്താൻ ഈ ഒരു പീസിനോട് വലിയ പ്രിയമില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് ആ ചിക്കൻ്റെ ബ്രസ്റ്റ് ഉണ്ടല്ലോ, ആ പീസ് ഞാൻ 2ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കുന്ന് കട്ട് ചെയ്തെടുത്തേണേ, സ്ലൈസ് ചെയ്തെടുത്ത്. എങ്കിൽ മാത്രമേ നമ്മളത് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് അകവും പുറവും എല്ലാം കറക്റ്റായിട്ട് ഗ്രില്ലായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഈ മസാല തന്നെ ഞാൻ ഇതിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, ചിക്കൻ്റെ തൊക്ക് പീസാണോ ഇഷ്ടം അതേ ബ്രസ്റ്റ് പീസാണോ ഇഷ്ടം? അപ്പം ഞാൻ ഈ കണ്ടെയ്നറിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിവിടെ അടച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മട്ടൺ പീസസ് കൂടെ ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ബീഫും ചെയ്യുന്നുണ്ട്, പക്ഷേ ബീഫ് സൽമാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് കാണിക്കുന്നൊന്നുമില്ല. അവൻ്റെ സൗകര്യം പോലെയൊക്കെ ആയിരിക്കും മസാല പരട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് മട്ടൺ പീസസ് ഇങ്ങനത്തുള്ള പീസസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ റിബ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പം തയ്യാറാക്കിയ മസാല തന്നെയാണ് തേക്കുന്നത്. ഇവിടെ പിള്ളേരെല്ലാവരും വരുന്ന സമയത്ത് നമ്മളിതുപോലെ ഗ്രില്ല് ചെയ്യാറുണ്ട് കേട്ടോ. ശരിക്കും എല്ലാവരും ഉള്ളപ്പം നല്ല രസമാണല്ലേ. ഇപ്പം നമ്മളൊക്കെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമുക്ക് ഗ്രില്ല് ചെയ്യാനൊന്നും വലിയ മൂഡൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ എല്ലാവരും വീട്ടിൽ ഉള്ളപ്പം അതൊരു പ്രത്യേക സന്തോഷമല്ലേ. ഇപ്പം ഒരു ക്യാപ്സിക്കം ഞാൻ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണേ. അപ്പം ആ ഒരു മസാല തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ മട്ടണിലേക്കും തേച്ചത്. അപ്പോൾ അതും ഞാനിതാ ഒരു കണ്ടെയ്നറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇത്ര അധികം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ മസാലയുടെ അളവ് കൂടുതലെടുത്തത് കേട്ടോ. പിന്നെ ഓവറായിട്ട് മസാല ആവാനും പാടില്ല. ഓവറായിട്ട് മസാല ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പം ബാക്കിയിരിക്കുന്ന മസാല ഞാൻ ഈ മുളകൊന്ന് തിരിച്ചിട്ട് മുളകിനുള്ളിലേക്കൊന്ന് തേച്ച് കൊടുക്കാൻ കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇനിയിപ്പം നമുക്ക് ഈ ഒരു കണ്ടെയ്നർ അടച്ചിട്ട് ഇനി ഇത് രണ്ടും നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമുക്ക് നാളെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തേക്ക് എടുക്കാമേ.
പള്ളി കഴിഞ്ഞ് വന്നോട്ടെ തന്നെ ഇന്ന് എല്ലാവരും ഗോതയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നെല്ലാവരും നല്ല ഉഷാറിലാണ്. അതിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. സൂക്ഷിച്ചേ മോനെ. അതാ കണ്ട, ഇതിലിപ്പം കണ്ട പൂക്കളൊക്കെ വന്നു തുടങ്ങിയത്. ഒരു വെറൈറ്റി കളർ ഫ്ലവർ അല്ലേ? കണ്ട, ഒന്നുമില്ല, നല്ല വെറൈറ്റി കളർ. അയ്യോ മാറ്റുമോനെ, മാറ്റുമോനെ. ആ ഇതിൽ ഉടങ്ങിപ്പോയി. അയ്യോ നല്ല രസം എല്ലാം ഇങ്ങനെ അടുക്കിയിരിക്കുന്നത് കാണാനല്ലേ. ഓ ഇപ്പം അതിൻ്റെ അവിടെ ഭയങ്കര വെളിച്ചം വീണ് നമുക്കായി. ജെർസി കിടന്നവനെ നോക്കടേ, ഒരുത്തിന്ന് കുളിക്കണത്. ഓ ഹർമാദിക്കുക. ഈ ചെടിക്കൊഴിക്കാതെ നീ തറയിലൊഴിക്കാ സന. ചെടിക്ക് വേണ്ടേ ഒഴിക്കാൻ? ഗുഡ് ഗേൾ. കൈകട്ടെ കൈകട്ടെ കൈകട്ടെ. ആ ഗുഡ് ഗേൾ. കുഞ്ഞു വീഴും. കരിയായില്ലല്ലേ, പച്ച ഉണങ്ങിയല്ല. ചെളിയാ? മഴവെള്ളം ടാങ്കിലേ ഉള്ളൂ. ഇന്നലെ ചിക്കനെല്ലാം ഞാൻ രാത്രി എല്ലാം ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പറ്റി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ന് ഗ്രില്ല് ചെയ്യാം എന്നുള്ള സന്തോഷത്തിൽ എല്ലാവരും നല്ല ഉഷാറോട് കൂടിയിട്ട് ജോലിയൊക്കെ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇവർക്ക് ഇന്നിപ്പോൾ 3 പേർക്കും പണി കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ചുവരിയിരിക്കുന്ന ചെടിച്ചട്ടി എല്ലാം അതിൽ നിന്ന് എടുത്ത് താഴെ വെച്ചിട്ട് ഇതനുസരിച്ച് പിന്നെ അതിലെ മണ്ണൊക്കെ മാറ്റിയിട്ട് അതിലേക്കുള്ള വളവും മണ്ണും എല്ലാം നിറച്ച് ഒന്ന് സെറ്റപ്പ് ആക്കിയൊക്കെ വയ്ക്കണേ. മാസങ്ങളായി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഇതെന്തമളെ ഇതെന്തമളെ എന്താണ്? കുറേ ദിവസം കൊണ്ട് നിസാറിക്ക ഇതെല്ലാം വളമിടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരൊക്കെ വരും എന്നറിഞ്ഞത്. അപ്പം പിന്നെ ഇവർ വരുമ്പോൾ ഇവരെ കൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് നമുക്ക് ചെടിച്ചട്ടിയൊക്കെ എടുത്ത് വയ്ക്കലും എല്ലാം കൂടി നടക്കത്തില്ല. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നല്ലേ. എല്ലാവരും ഉള്ളപ്പോഴാവുമ്പം ഇതൊക്കെയാണ് ഒരു ഗുണം. പിന്നെ ഈ പറഞ്ഞ മാതിരി അവർക്കും ഇതൊക്കെ കണ്ട് പഠിക്കാമല്ലോ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സനക്കുട്ടി ഇങ്ങനെ ഓരോരോ ജോലികളൊക്കെ ഒപ്പിച്ചൊപ്പിച്ച് നടക്കുന്നുണ്ട്. അപ്പം ഫാബിമോളും അവിടെ ഇരുന്ന് കളയൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ്. പൂക്കളൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ അതിനെ അതിൻ്റേതായ രീതിയിലൊന്ന് പരിപാലിപ്പിച്ചെടുത്താൽ മാത്രമല്ലേ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ സുൽത്താൻ ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഈ എത്ര ദിവസമായതാണ്. അപ്പോൾ ഈ ചെടിയൊക്കെ ചട്ടിയിലൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പം ഇതിലേക്കുള്ള വെള്ളവും എല്ലാം ഒന്ന് നിറച്ചെടുക്കണേ. അപ്പം ശരിക്ക് എല്ലാം സെറ്റ് ചെയ്ത ശേഷം ഇവർ വീണ്ടും തിരിച്ച് മതിലിലേക്ക് എല്ലാം എടുത്തു വെച്ചു. പിന്നെ അതിലേക്കുള്ള വളം, ആ വളമാണ് ഇങ്ങനെ ഇപ്പം എല്ലാം എടുത്തുകൊണ്ടൊക്കെ വരുന്നത്. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞ മാതിരി അതാത് ചെടികളിൽ സമയാസമയങ്ങളിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് പൂക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ടൈമിനൊന്നും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ.
കാരണം ഒന്ന് സമയം അങ്ങനെ നമുക്കധികം കിട്ടാറില്ല. പിന്നെ കിട്ടുന്ന സമയത്ത് കാലാവസ്ഥ അനുയോജ്യമല്ലാതിരിക്കുന്ന സമയമായിരിക്കും. ഇപ്പം തൽക്കാലത്തേക്ക് ഇതുപോലെ നിസാർക്ക് എല്ലാം കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഉഷാറാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ മാതിരി വൈകുന്നേരം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തിരക്കിൻ്റെ ഇടയിൽ ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പം രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ ചെയ്തെടുക്കാമെന്നൊക്കെ വിചാരിച്ചത്. ഇതുപോലെ ചിലയിലൊക്കെ കളയുണ്ടായിരുന്നു, അപ്പോൾ കളയൊക്കെ പറിക്കണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സനക്കുട്ടി ഉണ്ടോ ബക്കറ്റിൽ വെള്ളവും കപ്പും ഒക്കെ ഇരിക്കുന്ന കണ്ടപ്പം ആളിതേ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ. കുറച്ച് ഇതിൻ്റെ ഇടയിൽ ചെടിച്ചട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഒഴിക്കേ, കുറച്ച് ഇതുപോലെ തറയിലേക്ക് ഒഴിക്കും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. പിന്നെ അവളും കണ്ട് ആസ്വദിക്കട്ടെ. ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോഴേക്കും അവളെ കാലിൽ തന്നെ വെള്ളം എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഒപ്പം അവളും ഇങ്ങനെ നിൽക്കുകയാണേ. പിന്നെ ഈ ചില ചെടിയുടെ മൂട്ടിൽ കള ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഫാബിമോൾ ആ കളയൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. ശരിക്ക് ഇങ്ങനെ ചെടികളും പൂക്കളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അത് സമയാസമയത്ത് അതിൻ്റെ വളവും ഒക്കെ ഇട്ട് പരിപാലിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പം സലുതയെ അത് കഴിഞ്ഞപ്പോഴേക്ക് വെളിയിലേക്ക് വന്നു. വെളിയിൽ നമ്മുടെ ഈ ഗേറ്റും മതിലും ഒക്കെ ഉള്ള ആ സൈഡിൽ കുറച്ചിങ്ങനെ കള പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ചെറിയ മൺവെട്ടിയുണ്ട്, വൃത്തിയാക്കുകയാണ്. അപ്പോൾ സുലു ഈ ചട്ടിയിലേക്കൊക്കെ വളം ഇട്ട് കൊടുക്കാൻ കേട്ടോ. സുലുവിൻ്റെ എവിടെയാണെന്ന് വെച്ചാൽ അലോവര ചെടി ഉണ്ടെന്ന് അവൻ പറഞ്ഞു. അത് കഴിഞ്ഞവണ്ണം ഇവിടെ നിന്ന് കൊണ്ടുപോയതേ. അതിന് മുൻപ് കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയപ്പോഴേക്കും അതൊക്കെ വാടിപ്പോയെന്ന് പറഞ്ഞു. അവന് ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെയാണ് കഴിഞ്ഞവണ്ണം പോയപ്പോൾ അലോവര എടുത്തിട്ട് പോയത്. അപ്പോൾ അലോവരയ്ക്ക് ഇപ്പോൾ അവൻ എന്തോ ഡ്രോപ്പ് ചെയ്ത് വെള്ളം വീഴത്തക്ക രീതിയിലൊക്കെ വെച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞ്. പക്ഷേ അത് അറിയത്തില്ല ഇത്രയും ദിവസം ആയതുകൊണ്ട് ഇനി എങ്ങനെ ആവും എന്നുള്ളത്. ഇപ്പം ഞാൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ പോകുമ്പം ഇവിടെ അലോവര ഉണ്ട് കേട്ടോ, അത് കുറച്ചധികം കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഇതുപോലെ ബോഗൻവില്ലയുടെ കമ്പൊക്കെ നീ ഒടിച്ച് പൊതിഞ്ഞ് കൊണ്ടുപോയി അവിടെ ചെന്ന് വെച്ചാൽ മതിയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം എല്ലാത്തിലും വളം ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം എല്ലാവരും കൂടി നിൽക്കുമ്പം ഇതുപോലെ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല വെയിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തുമില്ല കേട്ടോ. അപ്പോൾ ഈ മതിലിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് വെക്കുന്ന ഇത് തന്നെ ആയിപ്പോയി കേട്ടോ ഒന്നൊന്നര പണി എന്ന് പറയുന്നത്. കാരണം ചില ചട്ടികൾ മാത്രമേ നമ്മളുടേത് വെയിറ്റ് ഇല്ലാതുള്ളൂ, ബാക്കിയൊക്കെ കോൺക്രീറ്റ് ചട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല വെയിറ്റാണ്. ഇപ്പോൾ പിള്ളേരാണ് വെക്കുന്നതെങ്കിൽ ഞാൻ പറയും നിങ്ങൾ നടു ഉളുക്കാതെ നോക്കി വേണം എല്ലാം എടുത്ത് താഴത്തേക്ക് വയ്ക്കാൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നല്ല വെയിറ്റ് അല്ലേ, നമ്മൾ വാക്കല്ലാതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നടുവിനൊക്കെ ഉളുക്ക് കിട്ടിക്കഴിഞ്ഞാലേ പണി കിട്ടിയത് എന്നാന്ന് പറഞ്ഞാൽ മതി. അപ്പം അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് ചെയ്യാൻ പറയും. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് അവരെടുത്തതുപോലെ തന്നെ എല്ലാം നീറ്റാക്കി തിരിച്ചു വെച്ച് കേട്ടോ. എന്നിട്ട് എല്ലാം വെള്ളം ഒഴിക്കുകയാണ്. അപ്പം ഇന്നിപ്പം 3 പേർക്കും നല്ല പണി തന്നെയായിരുന്നു കിട്ടിയത് കേട്ടോ. അപ്പം നല്ല പണിയെന്ന് പറഞ്ഞാൽ ഇതൊരു ഒന്നൊന്നര പണിയെന്ന് തന്നെ പറയാം. അപ്പം നമ്മളുടെ ചൈന ഡോളൊക്കെ സുൽത്താനൊന്ന് ഇങ്ങോട്ടേക്കൊന്ന് ഒതുക്കി വെക്കണേ. ചൈന ഡോൾ എന്താണെന്ന് അറിയത്തില്ല, അങ്ങോട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് പിടിക്കുന്നേ ഇല്ല. ഇവിടെ എടുത്ത് വെച്ചിട്ട് ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. പിന്നെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ സാലഡ് ഉണ്ടാക്കാനായിട്ട് വന്നേ. കിനോവയില്ലേ അതാണ് എടുത്തത്. ശരിക്കും കിനോവ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? അടിപൊളിയാണ് കേട്ടോ. സാലഡിനൊക്കെ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂസ് ചെയ്യണം. യൂസ് ചെയ്തവർ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനതൊന്ന് കഴുകിയ ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണേ. എന്നിട്ട് ഞാൻ സ്പ്രിംഗ് ഒണിയൻ കുറച്ച് വേണം. ഞാൻ തബൂല സാലഡാണ് ഉണ്ടാക്കുന്നത്. ശരിക്കൊരു അറബിക് സാലഡെന്ന് പറയാം. അടിപൊളിയാണ് കേട്ടോ ഇത്. അപ്പം സ്പ്രിംഗ് ഒണിയൻ കുറച്ചധികം വേണം. ഞാൻ പറഞ്ഞില്ലേ കുറേ ഉണ്ടാക്കേണ്ടതാണ് ഇതിലൊക്കെ ക്വാണ്ടിറ്റി കൂട്ടുന്നത്. അതുപോലെ തന്നെ നല്ല ചുവന്ന കളറിലെ തക്കാളിയാണ് വേണ്ടത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുപോലെയുള്ള വിഭവങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് ഇലവർഗ്ഗങ്ങൾ നന്നായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മളുടെ തക്കാളിയും ചെറുതായിട്ട് വേണം നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കാനുള്ളത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ സാലഡ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള സാലഡാണ്. സാലഡ് തന്നെ ഒരുപാട് ടൈപ്പിലുണ്ട്. അപ്പം ഞാൻ പലതരം സാലഡിൻ്റെ വിഭവങ്ങൾ നമ്മളുടെ സലൂ കിച്ചണിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ തക്കാളിയും എല്ലാം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളുടെ കിനോവ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒരു അരിപ്പേ കൂടി അരിച്ച് ഒന്ന് കഴുകി മാറ്റണം കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അരിഞ്ഞിരിക്കുന്ന തക്കാളിയും നമ്മളുടെ സ്പ്രിംഗ് ഒണിയനും ഞാൻ വലിയൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് മെയിനായിട്ട് ഇതിന് വേണ്ടത് പാഴ്സ്ലി ലീഫാണ്. അത് നല്ലതുപോലെ വേണം കേട്ടോ. പാഴ്സ്ലി ലീഫാണ് ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ.
അപ്പോൾ അതും നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഇപ്പം നമ്മളുടെ ഇവിടെ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ഒക്കെ ധാരാളമായിട്ട് കിട്ടുന്ന ഇലവർഗ്ഗങ്ങൾ തന്നെയാണ്. വളരെ നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾക്കൊക്കെ സാലഡ് ആയിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹെൽത്ത് ബെനിഫിറ്റൊക്കെ ഒരുപാടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് നാരങ്ങയാണ് കേട്ടോ. മസ്റ്റായിട്ട് നാരങ്ങ നീര് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. പിന്നെ ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ വേണം കേട്ടോ. ഒലിവ് ഓയിലും ഇതുപോലെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ടേസ്റ്റാണ് ഇതിന്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ ഈ വേവിച്ച് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കിനോവ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്ക് ചിലർ ഇതിന് കീൻവ എന്ന് പറയും, പിന്നെ കിനോവ എന്ന് പറയും. ശരിക്കുള്ള ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് അറിയുന്നവരൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ പലതിനും പല പല പ്രൊനൗൺസിയേഷനാണല്ലോ. അപ്പോൾ ആ സാലഡ് ഞാൻ അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി. എന്നിട്ട് ഞാൻ ക്യാബേജ് നീളത്തിൽ അരിഞ്ഞെടുത്തു. അടുത്തൊരു സിമ്പിൾ സാലഡിന് വേണ്ടിയിട്ട് കേട്ടോ. കനം കുറച്ച് നീളത്തിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ക്യാരറ്റും ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ വേറൊന്നുമില്ല, നമ്മുടെ മയണൈസില്ലേ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത്. എന്നിട്ട് നമുക്ക് ഈ മയണൈസും ഇത് മാത്രമേ ഇതിലുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ സാലഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് പാല് വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം, അത് അങ്ങനെയും ഉണ്ടാക്കാം. ഇതിലിപ്പോൾ ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കും. അപ്പം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചിട്ടൊക്കെ എടുക്കുമ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഗ്രില്ലിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സാലഡുകളാണ്. അപ്പം ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാണേ. വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ ടെറസിലേക്ക് എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം ഇതിനിടയിൽ ഞാൻ സാലഡ് റെഡിയാക്കി തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ജനുവരി 3-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ പിള്ളേർ പറഞ്ഞ് അന്നത്തെ ദിവസം നടക്കത്തില്ലല്ലോ, ഇവർ തിരിച്ചു പോകുന്ന അത് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മുടെ സുൽത്താനും റിസ്വാനും ജനുവരി 3-ന് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് നമുക്ക് ട്രീറ്റ് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചേർന്നിട്ട് തീരുമാനിച്ചതാണ്. എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ടെറസിൽ ഗ്രില്ല് ചെയ്യാം. അപ്പം അതും ഒരു സന്തോഷം തന്നെയാണല്ലോ. അപ്പം ശരിയാണ്, അങ്ങനെ നോക്കുമ്പോൾ നല്ല ഇതാണല്ലോ. അങ്ങനെയാണ് എല്ലാം സെറ്റ് ചെയ്തൊക്കെ എടുത്ത് വയ്ക്കുന്നത്. അപ്പം പിള്ളേർ അതിൻ്റെ ടേബിളും കാര്യങ്ങളും എല്ലാം ടെറസിലേക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഉള്ളപ്പം നമുക്ക് സാധനങ്ങളൊക്കെ ഇതുപോലെ ടെറസിലേക്ക് കൊണ്ടുവന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനൊന്നും ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെ എല്ലാവർക്കും നല്ല ഉഷാറുമായിരിക്കും. ഇപ്പോൾ ഒരുപാട് നാളായി കേട്ടോ നമ്മളിതുപോലെ ടെറസിലൊക്കെ വന്നിട്ട് ഇതുപോലെയൊക്കെയുള്ള ഗ്രില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട്. പണ്ടൊക്കെ ഇവർ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, അന്ന് ഞങ്ങൾ ഇവിടെ അല്ലേ കേട്ടോ, നമ്മുടെ പഴയ വീട്ടിലായിരുന്നു. അപ്പം പഴയ വീഡിയോ കാണുന്നവർക്ക് അറിയാം ടെറസിൽ വന്ന് എല്ലാം ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഇതേ ടേബിളും ചെയറും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴേക്കും നമ്മുടെ സനക്കുട്ടി അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സനക്കുട്ടി വന്നിട്ടുള്ള ആദ്യത്തെ ഗ്രില്ലിംഗ് ആണ് നമ്മളിപ്പോൾ ഈ ടെറസിൽ ചെയ്യുന്നത് കേട്ടോ. അതിന് മുൻപ് എനിക്കൊന്ന് ഇവിടെ വന്നിട്ട് 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളൂ. ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് വെയിലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, നല്ല ഒരു ക്ലൈമറ്റാണേ. ഇതിപ്പോൾ ടെറസിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം കേട്ടോ. അപ്പം സനക്കുട്ടി അവിടെ വന്നിട്ട് ഇവരുടെ അടുത്ത് ഇരിക്കാൻ പറയുവാണ്. അവർക്ക് ഇരിക്കാനുള്ള ടൈമൊന്നുമില്ല. അവർക്ക് ഇവിടെ എല്ലാം ഇതുപോലെ ഒന്ന് കനലെല്ലാം കത്തിച്ചെടുക്കണം. അപ്പം ഈ കനലെല്ലാം നമ്മൾ ഈ ഒരു ഗ്രില്ല് ചെയ്യുന്ന ട്രേ ഉണ്ടല്ലോ, പലരും ഇതിനു മുൻപ് ഞാൻ കാണിച്ചപ്പോൾ എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ചെയ്യിച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ ഒരു ഗ്രില്ലിങ് ട്രേ മുമ്പുണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് അത് ചീത്തായിപ്പോയി കേട്ടോ. പിന്നെ ഇപ്പോൾ സുലു കൊണ്ടുവന്ന് വെച്ചില്ലേ, അത് വന്നിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം ഇതുപോലെ 2 ഇതുണ്ടെങ്കിലേ നമ്മളെല്ലാവരും ഇല്ലേ ഇത് നമുക്ക് ശരിക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവരിതെല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെച്ചപ്പോഴേക്കും മഗ്‌രിബിൻ്റെ ടൈമായി. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഉമ്മായും എല്ലാവരും കൂടിയിട്ട് ടെറസിലേക്ക് വന്നു.
അപ്പോൾ സനക്കുട്ടിക്ക് വേണ്ടിയിട്ട് സുൽത്താൻ പ്രൊജക്ടറൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. സനക്കുട്ടി ചെയറൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ വിശാലമായിട്ടിരുന്ന് അവൾക്ക് വേണ്ടതൊക്കെ ഇരുന്ന് കാണുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഡാൻസും കളിക്കുന്നുണ്ട്. അവൾ ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ നമ്മുടെ സലുദേ കനൽ കത്തിക്കുകയാണ്. അപ്പോൾ കനൽ ഇത് കത്തി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എടുക്കാം. പക്ഷേ അത് കത്തി കിട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം അതിന് കുറച്ച് ഈ പറഞ്ഞ മാതിരി നമ്മൾ കനൽ കത്തിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. അത് ചെയ്യുന്നവർക്കറിയാം. ഇതിന് ക്യാപ്സ്യൂളും മറ്റേ ലിക്വിഡും ഒക്കെ ഉണ്ടെങ്കിലും അത് കത്തി എടുക്കണമല്ലോ. അപ്പം നിസാർക്കായും പിള്ളേരും ഒക്കെ അവിടെ ഇരുന്ന് ആ കനൽ കത്തിക്കുന്ന ഏർപ്പാടിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഈ തീയിൽ നമ്മൾ ഒരിക്കലും ഗ്രില്ല് ചെയ്യത്തില്ലല്ലോ, കനലാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മുറമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു വീശാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ സ്റ്റാൻഡ് ആയതുകൊണ്ട് നമുക്ക് അത്രയും പരത്തിയിട്ട് വേണം കനൽ ഇട്ടിട്ട് ഇത് ഗ്രില്ല് ചെയ്തെടുക്കാനുള്ളത്. ഇപ്പം ഫാമിലി മെമ്പേഴ്സ് കുറവുള്ളവർക്ക് ചെറിയ സ്റ്റാൻഡായാലും മതി കേട്ടോ. അപ്പോൾ അതേ ഈ സ്റ്റാൻഡിലേക്ക് ഞാൻ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇതാ എടുത്ത് വയ്ക്കാൻ കണ്ടോ, നിങ്ങൾക്ക് അറിയാലോ കറക്റ്റ് രീതിയിൽ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡിലേക്കുള്ളത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഗ്രില്ല് ചെയ്യുന്ന കനലെല്ലാം കത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ കാണിച്ചു തരാം കണ്ടോ, കനലെല്ലാം കത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് കനലിൻ്റെ പുറത്ത് ഇതുപോലെ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. തീ വരാനേ പാടില്ല, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അടുത്ത് മട്ടൺ ഉള്ളത് സ്ക്യൂർ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പം നിസറിക്ക് 2 സ്ക്യൂർ അപ്പുറം ഇപ്പുറമൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഇത് വെന്ത് വരുമ്പം താഴേക്ക് വീഴും, ആ കനലിലേക്ക് വീഴാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കണത് കേട്ടോ. അപ്പം അടുത്തതും ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ വല്ലപ്പോഴുമൊക്കെ നമ്മൾ ഇതുപോലെയുള്ള എന്തു പറയാൻ ആഘോഷം എന്ന് തന്നെ പറയാം, എല്ലാവരും ഉള്ളപ്പം ഇതൊക്കെ നല്ല രസമല്ലേ. നമുക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെയൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്ത് ഇവർ റെഡിയാക്കി എടുത്തതാണ്. ഇതാക്കണ്ട ഫൈനൽ ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് വെച്ചിരുന്ന ആ ഒരു ചെറിയ ഗ്രിൽ പാനിലും കൂടി ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. കനലിട്ടിട്ട് അതും ഗ്രില്ല് ചെയ്യണം. അത് സൽമാൻ്റെ സ്റ്റീക്കാണ് കേട്ടോ ആ സൈഡിലിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഇവിടെയും റെഡിയായി വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിസ്വാൻ അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ടേസ്റ്റ് നോക്കി പറയുന്നത് നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം സാലഡും എല്ലാം ഇപ്പം എടുത്തുകൊണ്ട് കഴിക്കാറായപ്പോഴാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. ആ സാലഡൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പോട് കൂടിയിട്ട് കഴിക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ ഈ ഗ്രില്ല് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ ചൂടോടുകൂടി തന്നെ കഴിക്കണം, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രില്ലിൻ ചെയ്ത് തുടങ്ങുന്ന ആ സമയമായപ്പോഴേക്ക് അനിയനൊക്കെ മോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സനക്കുട്ടി നോക്കിക്കേ അവിടെ വന്നിരുന്ന് ഇതൊക്കെ കാണുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ റിച്ചു സനക്കുട്ടിക്കുള്ളത് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സലുവാണ് കംപ്ലീറ്റ് ഏറ്റെടുത്ത് അവിടെ ഇരുന്ന് എല്ലാം സെറ്റാക്കി തരണത് കേട്ടോ. ഇതൊരു നിസ്സാര കാര്യമല്ല, അത്ര ചൂടാണ്. അപ്പോൾ ഈ ആയത് ഞാൻ എല്ലാവർക്കും കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. കാരണം ചൂടോടുകൂടി കഴിച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഇത് തണുത്ത് പോയി കഴിഞ്ഞാൽ അത്ര ഒരു രുചിയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഈ നല്ല മണമാണ്, ഈ ടെറസ് മൊത്തം മണം എടുക്കുന്നുണ്ട്. സലുദ വീശി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് വളരെ ഉയർന്ന പ്രദേശത്ത് പൊക്കത്തിരിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അടുത്ത ബാച്ചും റെഡിയായത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റണേ. അങ്ങനെ ഈ വർഷത്തെ നമ്മളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉള്ളപ്പം ഉള്ള നല്ല അടിപൊളി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് തന്നെ പറയാം. ഇപ്പോൾ പുറത്തും ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കിക്കേ, എന്ത് രസമാണെന്നറിയാവോ. ഇങ്ങനെ നമ്മൾ കണ്ണെടുക്കാതെ നിന്നു പോകും കേട്ടോ. ഇതുപോലെ ഈ സൈഡ് മാത്രമല്ല, ഞങ്ങളുടെ ആ ടെറസിൻ്റെ മറു സൈഡിലും ഇതുപോലെ തന്നെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇവിടെ നിന്നാൽ തന്നെ നല്ല നല്ല കാഴ്ചകൾ കാണാമെന്ന് ഞാൻ എപ്പോഴും പറയത്തില്ല. എന്ത് രസമാണെന്ന് നോക്കിക്കേ. നമുക്കിങ്ങനെ കണ്ണെടുക്കാനേ തോന്നത്തില്ല കേട്ടോ. പോലെയാണ് ചുറ്റോട് ചുറ്റ് സനക്കുട്ടി ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണേ. അപ്പോൾ നേരത്തെ ആണെങ്കിലും ഈ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.